നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ സ്വന്തം എയർലൈനായി എയർ ഇന്ത്യയുടെ കടുംവെട്ട്. എന്നാൽ പ്രവാസികൾക്ക് ആശങ്ക നൽകുന്ന ഒരു സമീപനമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒമാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള നിരവധി സർവീസുകൾ എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുകയാണ്. കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്. കൂടാതെ തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്കുള്ള ഒരു സർവീസിന്റെ സമയം മാറ്റി പുനഃക്രമീകരിച്ചിട്ടുമുണ്ട്. കേരളത്തിലെ വിമാനത്താവളങ്ങൾക്ക് പുറമെ മംഗലാപുരത്ത് നിന്നുള്ള ഒരു സർവീസും കമ്പനി റദ്ദാക്കി. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള വിമാന സർവീസിന്റെ സമയം മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ചകളിൽ തിരുവനന്തപുരത്ത് നിന്നും മസ്കറ്റിലേക്ക് പുറപ്പെടുന്ന 90549 വിമാനം 3 മണിക്കൂറും 15 മിനിറ്റും വൈകും. തിരിച്ച് മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള 90554 വിമാനവും സമാനമായ രീതിയിൽ 3 മണിക്കൂറും 15 മിനിറ്റും വൈകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തിങ്കളാഴ്ചകളിൽ കോഴിക്കോട് നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെടുന്ന 9339 തിരികെ അതേ ദിവസം തന്നെ മസ്കറ്റിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന 9350 എന്നീ സർവീസുകൾ കമ്പനി റദ്ദാക്കിയിരിക്കുകയാണ്. ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും കോഴിക്കോട് നിന്ന് മസ്കറ്റിലേക്ക് പോകുന്ന 9337 ഇതേ ദിവസങ്ങളിൽ മസ്കറ്റിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന 9350 എന്നീ സർവീസുകളും റദ്ദാക്കിയതിൽ ഉൾപ്പെടുന്നു. വ്യാഴാഴ്ചകളിൽ മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന 9712 തിരിച്ച് വെള്ളിയാഴ്ചകളിൽ കണ്ണൂരിൽ നിന്ന് മസ്കറ്റിലേക്ക് പോകുന്ന 9711 എന്നിവയും റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം വ്യാഴാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള 9443 അതേ ദിവസങ്ങളിൽ തന്നെ തിരികെ സർവീസ് നടത്തുന്ന 9442 എന്നിവയും റദ്ദാക്കിയിട്ടുണ്ട്. പുതിയ അറിയിപ്പ് പ്രാബല്യത്തിലുണ്ടാകുന്ന തീയതികൾ ഉൾപ്പെടെ എയർ ഇന്ത്യ അധികൃതർ പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.